അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ മാരേജ് സെറ്റപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അതായത് പഠിച്ച് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. എന്നിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു, കല്യാണം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇനി കല്യാണം കഴിഞ്ഞ് ഈ വ്യക്തി വാക്ക് മാറിയാലോ എന്ന്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് മിക്കവാറും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അതായത് നമ്മുടെ ചുറ്റുള്ള ആളുകൾ മാരേജിൽ ഹാപ്പി അല്ല, പിന്നെ കുറെ സൂയിസൈഡ് ന്യൂസ് വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു പേടി, അയ്യോ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ ആവോ എന്നൊരു ചിന്ത പല പെൺകുട്ടികളിൽ നിന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ മാരേജ് സെറ്റപ്പ് തന്നെയാണ്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവന്നിരുന്ന ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തണം എന്ന് വാശി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് അവസ്ഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഒരു പരിധി വരെ പഠിപ്പിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവരെത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു പ്രാപ്തിയോ ഉണ്ടാവില്ല. അപ്പൊ അവരെ ഒരു ഏജ് ആകുമ്പോൾ എങ്ങനെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഒക്കെ അവരുടെ കാര്യം ഭർത്താവിന്റെ വീട്ടുകാരാണെന്ന് നോക്കുക. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല, അതെങ്ങനെയൊക്കെ അവര് പോവും. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് രണ്ടുപേരും, അതായത് ഒരു പുരുഷനും സ്ത്രീയും, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു പുരുഷനും സ്ത്രീയും രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എന്തിന് ഈ പണ്ടത്തെ സെറ്റപ്പുകളൊക്കെ വീണ്ടും കൊണ്ടുവരുന്നു? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അതായത് പഠിച്ച് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, എന്താണ് കല്യാണം, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും ചിന്തിക്കാനും ഒക്കെ അവര് നല്ല രീതിയിൽ പ്രാപ്തരാണ്. മറ്റൊരു സിറ്റുവേഷനിൽ ഗേളുടെ പാരന്റ്സ് ഞങ്ങള് പറയുന്ന ആളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ആ ഫ്രീഡം അവർക്ക് തന്നെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ ഉള്ളിലൊരു ടെൻഷൻ കയറാണ്, അയ്യോ ഞാൻ കല്യാണം കഴിക്കുന്ന മോൾ ആളെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ വരാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ എന്താ? അപ്പൊ നമ്മളത് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഈവൻ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ഒക്കെ കണക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കണക്കാം. എന്റെ കല്യാണം കഴിഞ്ഞ കേട്ടോ, ദേ എന്റെ താലി കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, അറേഞ്ച്ഡ് ആയാലും ലവ് മാരേജ് ആയാലും രണ്ടും കണക്കാണ്. നമുക്ക് പറ്റിയ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക. പറ്റിയ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര നല്ല വൈബായിരിക്കും, നല്ല സ്നേഹം. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം നല്ല സ്നേഹമായിരിക്കും, നല്ല അട്രാക്ഷൻ ആയിരിക്കും, നല്ല റൊമാൻറ്റിക് ഫേസ് ആയിരിക്കും. അതല്ല, ആ ഒരു ഫേസ് അല്ല ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും ലൈഫ് എന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കല്യാണത്തിന് മുന്നേ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എവിടെ സ്റ്റേ ചെയ്യും, അതായത് എവിടെ നിൽക്കും. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലാണോ, വൈഫിന്റെ വീട്ടിലാണോ, അതോ രണ്ടിടത്തും അല്ല സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് എടുത്ത് താമസിക്കാനാണോ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ എവിടെയാണ് നിൽക്കാനായിട്ട് ആഗ്രഹം? അതായത് സിറ്റി സൈഡിലാണോ അല്ലെങ്കിൽ ഒരു കൺട്രി സൈഡിലാണോ നിൽക്കാനായിട്ട് ആഗ്രഹം എന്ന് ചോദിച്ചറിയുക, ഡിസ്കസ് ചെയ്യുക അതിനെപ്പറ്റി. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം തന്നെ വേണോ വേണ്ടയോ എന്ന് ഡിസ്കസ് ചെയ്യുക. ഇനി വേണം എന്നാണെങ്കിൽ എത്ര എണ്ണം, 1 2 3, അത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് പെൺകുട്ടികളെ കുറിച്ചാണ്. ചില പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല, എന്നാൽ ചിലവർക്ക് ജോലിക്ക് പോയേ തീരൂ, സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ഉറച്ചു തീരുമാനിച്ചവരായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അംബീഷൻ എന്താണ്, ജോലി ചെയ്ത് എവിടെ എത്താനാണ് നിങ്ങളുടെ ആഗ്രഹം, അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താ, അതായത് ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹമുണ്ടോ, അതെപ്പോഴാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏർലി റിട്ടയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ, അതായത് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ടോ, ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എക്സ്പെൻസസ്. നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരും, അല്ലേ? അതായത് ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ലോൺ, ഇലക്ട്രിസിറ്റി ബില്ല്, ഇപ്പം നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ബിൽസ്. അപ്പം അതെങ്ങനെ ബിൽസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, അത് സ്പ്ലിറ്റ് ചെയ്യോ, അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്യുക. ചില ജോലികൾ
അതെങ്ങനെ ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യോ? അത് ഒരാൾ ചെയ്യോ? ഒരാൾ വർക്കിംഗ് അല്ലെങ്കിൽ ആള് ഒരു 75% ചെയ്ത് അങ്ങനെ ചെയ്യോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുക. ഒരുപാടുണ്ട് കേട്ടോ ചോദിക്കാനായിട്ട്, ഡിസ്കസ് ചെയ്യാനായിട്ടും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ന് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതെല്ലാം പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളോട് അല്ലെങ്കിൽ ഒരു കുറച്ച് അനുഭവങ്ങളൊക്കെ കൂടുതലുള്ള ആരോടെങ്കിലും ചോദിക്കുക. എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു, കല്യാണം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇനി കല്യാണം കഴിഞ്ഞ് ഈ വ്യക്തി വാക്ക് മാറിയാലോ എന്ന്. ഒന്നേ പറയാനുള്ളൂ, എല്ലാത്തിലും നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. എന്നാൽ എല്ലാവരും ഒരേപോലെയും അല്ല. അപ്പൊ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചു, ആ പാർട്ട്ണർ കറക്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരോട് ഇൻഫോം ചെയ്യുക. ദേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്കത് ബുദ്ധിമുട്ടായി വരുന്നു. കറക്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും കറക്റ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അടുത്ത വീഡിയോയില് എന്തിനാണ് നമുക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്നതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.